ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചെമ്മീൻ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇത് ഏകദേശം 250 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ചെമ്മീൻ തന്നെ നോക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ബിരിയാണിനേക്കായൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ് നമ്മൾ ഈ മജ്ബൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. സാധാ മുളക് പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മാത്രം മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മജ്ബൂസ് മസാല ചേർത്ത് കൊടുക്കുന്നത്. അത് 1.5 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ചേർത്ത മസാലകളൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഞാൻ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോ ചെമ്മീനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചെമ്മീൻ്റെ 2 ഭാഗം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. കാരണം അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച്, എണ്ണയിലേക്ക് വെള്ളം ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുള്ള് ഫ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ചെമ്മീനും വെന്ത് നല്ല ഫുൾ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത്. ഈ ഓയിലിലേക്ക് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രാമ്പു ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. ഒരു ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു കഷ്ണം പട്ട, പിന്നെ അതേപോലെ ബേ ലീഫ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഉണക്കനാരങ്ങയും പിന്നെ കുറച്ച് കുരുമുളകുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഏകദേശം ഒരു 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മസാല മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആൾക്കാർക്ക് അനുസരിച്ചിട്ട് അളവ് ഓരോന്നും കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം മാഗി ക്യൂബ് ചേർക്കുന്ന കാരണം ഈ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മറ്റത് ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് കേട്ടോ 3 ചേർത്ത് എടുക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ 1-2 ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് തക്കാളി, ആവശ്യമായിട്ടുള്ള തക്കാളി ഞാൻ 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഉള്ളിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് തക്കാളിയുടെ ടേസ്റ്റാണ് കുറച്ചും കൂടി വരുന്നത്. അപ്പോൾ ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അതിൻ്റെ 2ൻ്റെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു 1.5 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു ചെറിയൊരു കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം.
ഇപ്പോൾ മസാലകളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മജ്ബൂസ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് ആ ഓയിലുള്ളതുകൊണ്ട് തന്നെ അതിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചെമ്മീൻ്റെ ഓയിൽ, ചെമ്മീൻ പൊരിച്ച ആ ഓയിലും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഏകദേശം 1-1.5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. എന്നിട്ട് ഇപ്പോൾ ഊറ്റി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യണത്. ഈ മസാലയിൽ ആദ്യം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഈ അരി. എന്നിട്ട് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ആ വെള്ളത്തിൽ നമ്മൾ അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് നല്ല രീതിയിലൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഞാൻ കുറഞ്ഞ തീയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫാക്കിയതിന് ശേഷം, ഫ്ലെയിം ഓഫാക്കിയ ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചാൽ ഇതിലുള്ള ബാക്കിയുള്ള ഈ വെള്ളം പോലെ ഉള്ളതൊക്കെ ഒന്ന് എല്ലാം റെഡിയായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഫ്ലെയിം ഓഫാക്കി അടച്ച് വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ ചെമ്മീൻ മജ്ബൂസ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീൻ ഈ റൈസിൽ എല്ലായിടത്തേക്കും നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.